എറണാകുളം കണ്ണമാലി പ്രദേശത്തെ ജനങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ ജീവിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. കടൽഭിത്തി നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മഴ കൂടി ശക്തമാകുന്നതോടെ സ്വസ്ഥമായി ഒന്നുറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. റോഡ് പോയതാണ്, ഇവിടെയിട്ടാണ് പെട്രോപൈഡ് അടിച്ചത്. ഈ സാധനം നേരെ വലിച്ച് ഇവിടുത്തെ ചെല്ലാനം പഞ്ചായത്ത് കെ ഡി പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി ഈ സാധനത്തിന് ഇവിടെ നിന്ന് നേരെ ചെല്ലാനത്തായിട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഇത്രയും വീടുകൾ ഞങ്ങൾ ദുരിതത്തിൽ ഇന്ന് കിടക്കുകയാണ്. അതിനുവേണ്ടി എന്താണ് നടപടി ചെയ്യാമെന്ന് വെച്ചാൽ ഗവൺമെൻറ് അത് ചെയ്തു തരണമെന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കണേ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും അടുത്ത് എത്രയും വർഷമായി ഞങ്ങൾ എല്ലാ വർഷവും ഇത് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം. ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെ വൃദ്ധരായ ആൾക്കാരെയൊക്കെ കൂടി രോഗികളായവരൊക്കെ കൂടി കെട്ടിപ്പെറുക്കി ഞങ്ങൾ പിന്നെ പോകാൻ പറയുമ്പോഴത്തേനും ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പോയി കിടക്കും. എപ്പോൾ വേണമെങ്കിലും കടലെടുക്കാമെന്ന ഭയത്തിലാണ് പല തീരദേശ മേഖലകളിലെയും ജീവിതങ്ങൾ. എറണാകുളം ജില്ലയിൽ കടലേറ്റം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നായ കണ്ണമാലിയിലും സാഹചര്യം വ്യത്യസ്തമല്ല. പ്രദേശത്തെ ജീവിതങ്ങൾ ഈ വിധം ദുസ്സഹമാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പരാതിപ്പെടണമെന്ന് മാത്രമല്ലാണ്ട് എല്ലാവരും ഒന്ന് മോഹനമാക്കി തന്നെ തരും. ചെയ്തു തരാട്ടാ അത് തന്നെ. ഇത് ഒന്ന് ആറിക്കഴിയുമ്പോഴേ എല്ലാം തീരും. ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ, ആരോട് ഞങ്ങൾ പറയും? ഈ ദുരിത ജീവിതത്തിന് ശാശ്വത പരിഹാരം തേടി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. പ്രതിഷേധങ്ങളും പരാതികളുമായാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഈ പ്രായമായ ആൾക്കാർ, ഈ കണ്ട രോഗികളും കൂടി ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് പോകും? ഈ അവിടെ ഇട്ടേക്കുന്ന മണ്ണ് മുഴുവൻ ഒലിച്ച് ഞങ്ങളുടെ പെരടകത്താണ് വന്നത്. ഞങ്ങൾ ഈ ഭാഗത്ത് മൊത്തം വന്നത്. ഓരോ വർഷം കഴിയും തോറും കടലാക്രമണം രൂക്ഷമാവുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണിത്. നമ്മൾക്ക് സഹിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ വൃദ്ധജനങ്ങളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, അല്ലെ രോഗികളായിട്ടുള്ളവരുണ്ട്. അവരെ കൊണ്ട് നമ്മളെവിടെ പോകും? നമ്മളെങ്ങോട്ട് പോകും? ഇപ്പോൾ ഈ 334 കോടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പുത്തൻതോട് വരെ, ചെല്ലാനത്തുനിന്ന് ഈ പുത്തൻതോട് വരെ അവർക്ക് ഇത് ചെയ്തു തരാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം മനുഷ്യരാണ്. എല്ലാം അവിടുത്തെ ഉള്ളത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. കുറച്ച് സ്ഥലത്ത് കുറച്ച് ആൾക്കാർക്ക് മാത്രം നീതി കിട്ടിയിട്ട് കുറച്ച് പേർക്ക് നീതി കിട്ടാണ്ടിരിക്കണത് അത് ശരിയുള്ള കാര്യമൊന്നുമല്ല. വരും തലമുറയ്ക്കെങ്കിലും സമാധാനത്തോടെ ഇവിടെ ജീവിക്കാനാകണം. അതിനി തീരം ബാക്കിയുണ്ടാകണം. കണ്ണമാലിയിൽ നിന്നും യദുകൃഷ്ണൻ, ഒപ്പം ദേവൻ MP, ന്യൂസ് മലയാളം, കൊച്ചി.